ഇലക്ഷൻ കമ്മീഷനെ മാത്രമല്ല ബി.ജെ.പിയെ പോലും ഞെട്ടിക്കുന്ന ഒരു നീക്കമായിരുന്നില്ലേ H-ഫയൽ വാർത്താ സമ്മേളനം. രാഹുൽ പറഞ്ഞതിലെ ശരികളും തെറ്റുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അത് മാറ്റിവെച്ച് ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ H-ഫയൽസ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഹരിയാന ഫയൽസ് അതൊരു ഹൈഡ്രജൻ ബോംബ് ആകുമോ എന്ന സംശയത്തിലായിരുന്നു ലോകം. പേരെന്ത് വിളിച്ചാലും ശരി, 8.25 അടി ഉയരത്തിൽ, അതായത് പല പല അട്ടികളായി അടുക്കി വെച്ച് ഒരു ട്രോളിയിൽ രേഖകളും കൊണ്ടുവരികയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ രേഖകൾ, ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഇലക്ട്രൽ റോൾ, അതിൻ്റെ എല്ലാം കോപ്പി. അതിന് ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ല, നേരിട്ട് ആരോപിക്കാനാവില്ല. പക്ഷെ മറുപടി പറഞ്ഞത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന് നേരെ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഒരു ലാക്യുണ എറർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം.